ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ബ്രേസ്ലെറ്റ് മേക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഷോർട്ട് വീഡിയോസ് ഇട്ടപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ മേക്കിംഗ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും കുറച്ച് കസ്റ്റമൈസ്ഡ് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ക്രാക്കിൾ ബീഡ് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റാണ് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ എടുത്തിട്ടുള്ള ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ക്രാക്കിൾ ബീഡാണ്. ബീഡ്സ് കോർത്തെടുക്കാനായിട്ട് നമുക്ക് ഇലാസ്റ്റിക് വയർ വേണം. ക്രിസ്റ്റൽ ടെക്ക് എന്നാണ് അതിന് പറയുക. 0.8 mm എടുത്തിട്ടുള്ളത്. അതുപോലെ ചാംസ്, പ്ലയേഴ്സ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഏതൊക്കെ ഐറ്റംസ് വേണമെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കസ്റ്റമൈസ്ഡ് വർക്കാണ്. ഈ ഒരു ബ്ലൂബെറി കളറിലുള്ള ബീഡ്സും അതുപോലെ പാണ്ടാച്ചാം വെച്ചിട്ടാണ് ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 0.8 mm ക്രിസ്റ്റൽ ടെക്കിലാണ് നമ്മളിത് കോർത്തെടുക്കുന്നത്. അപ്പോൾ 8 mm ബീഡായ കാരണം വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് കോർത്തെടുക്കാൻ പറ്റും. ബീഡ്സ് എല്ലാം കോർത്തെടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ആ ക്രിസ്റ്റൽ ടെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യമേ കുറേ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരു നോർമൽ സൈസിലുള്ള ഒരാൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. 22 ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വണ്ണത്തിനനുസരിച്ചിട്ട് ബീഡ്സിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ. അത് നമുക്ക് ലെങ്ത്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു നോർമൽ ത്രെഡ് എടുത്തിട്ട് കയ്യിൽ ചുറ്റി നോക്കുക. അതിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് ബീഡ്സ് കോർത്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് കറക്റ്റ് സൈസിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ബീഡ്സ് എല്ലാം കോർത്തെടുത്തതിന് ശേഷം നല്ല ടൈറ്റ് ആയിട്ട് അത് കെട്ടിക്കൊടുക്കുക. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലാണ് കേട്ടോ അത് കെട്ടിയിട്ടുള്ളത്. നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഒത്തിരി പേർക്കുള്ള ഒരു ഡൗട്ടാണ്, നമ്മൾ ബാലൻസ് ത്രെഡ് ഇത്രയും അടുത്ത് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഴിഞ്ഞു പോവില്ല, അല്ലെങ്കിൽ ബീഡ്സൊക്കെ പുറത്തേക്ക് വരില്ല എന്നുള്ളത്. നമ്മൾ നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചാമ് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജംറിങ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ പ്ലെയർ വെച്ചിട്ടൊന്ന് അകത്തി കൊടുക്കുക. അതിനുശേഷം പാണ്ട ചാമ് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് അകത്തിയിട്ട് അതിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ്. വേറെ 5 മിനിറ്റ് മതി നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ സെയിം പാണ്ടാച്ചാം വെച്ചിട്ട് തന്നെ 2-3 കളേഴ്സാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കസ്റ്റമൈസ്ഡ് വർക്കിൻ്റെ അതുപോലെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സിൻ്റെയും വീഡിയോസ് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രേസ്ലെറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.